എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ തന്റെ ശിഷ്യന്മാരെ ദൗത്യത്തിന് അയക്കുന്നതാണ് നമ്മൾ വായിച്ച് കേൾക്കുന്നത്. 12 ശിഷ്യന്മാരെയും അടുത്ത് വിളിച്ചിട്ട് ഈശോ കുറെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നു. സുവിശേഷം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമായിട്ടുള്ള അധികാരമൊക്കെ അവർക്ക് നൽകുന്നു. അപ്പോൾ ഈശോ അവർക്ക് നൽകുന്ന കുറെ നിർദ്ദേശങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഏറ്റവും ഒടുവിലത്തെ വചനങ്ങളിലായിട്ട് ഈശോ പറയുകയാണ്, നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിൽ അല്ലെങ്കിൽ ഗ്രാമത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെയുള്ളവർക്ക് സമാധാനം ആശംസിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും പട്ടണം അല്ലെങ്കിൽ ഗ്രാമവാസികൾ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ, നിങ്ങളുടെ വചനങ്ങൾ കേൾക്കാതിരുന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഗ്രാമത്തിൽ നിന്നും അല്ലെങ്കിൽ പട്ടണത്തിൽ നിന്നും നിങ്ങൾ പുറപ്പെട്ടു പോകുമ്പോൾ അവർക്ക് ഇത് സാക്ഷ്യത്തിനായിട്ട് നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയണം എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, വിധി ദിവസത്തില് സോദോം ഗൊമോറ ദേശത്തിന് ആ പട്ടണത്തേക്കാൾ കൂടുതൽ ആശ്വാസം ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നു. സോദോം ഗൊമോറ ദേശത്തിന് സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് പാപം ചെയ്ത ആ ദേശക്കാര് ദൈവത്തിന്റെ കോപത്തിന്, ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതരായി എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഈശോ ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ വചനം കേൾക്കാതെയോ നിങ്ങളെ സ്വീകരിക്കാതെയോ ഇരുന്നാല് ആ ദേശവും ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഉപരിയായിട്ട് ശിക്ഷിക്കപ്പെടുമെന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ കാര്യങ്ങൾ ആപ്ലിക്കബിൾ ആണ്. എന്താണ്? അതായത് നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കാതെയും ആ വചനത്തിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താതെയും ഇരുന്നാൽ നമ്മുടെ ജീവിതവും ഒരു കണക്കിന് പറഞ്ഞാൽ സോദോം ഗൊമോറ ദേശത്തേക്കാളും കൂടുതൽ ദുഷ്കരമായി തീരുമെന്ന് ഈശോ ഇന്നത്തെ വചനത്തിലൂടെ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. നമ്മൾ ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും.